Hi guys, welcome to my channel and welcome to Things to Do Before 2026 Part 2. Next thing, 11th thing, redecorate or reorganize your home or space. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഏതായിരുന്നു എൻവയൺമെന്റൽ ഡീക്ലട്ടർ ഞാൻ പറഞ്ഞതാണ്. വീടും പരിസരമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. പിന്നെ വീട്ടിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന ചെടികളൊക്കെ അല്ലേ, അത് വെക്കുക. പിന്നെ സ്ട്രിങ് ലൈറ്റ് വെക്കുക. സ്ട്രിങ് ലൈറ്റ് ഇങ്ങനെ വയറ് പോലത്തെ ലൈറ്റ്, അത് വെക്കുക. പിന്നെ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് വെക്കുക. ജനലും വാതിലൊക്കെ വൃത്തിയാക്കുക. പെയിന്റ് അടിക്കുക. അപ്പം പെയിന്റ് ഒക്കെ ഇളകിയിരിക്കുകയാണെങ്കിൽ പെയിന്റ് അടിക്കുക. അതൊക്കെയാണ് എന്ത് റീഡെക്കറേറ്റ് ആൻഡ്. പിന്നെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്തായാലും ബുക്സും നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്സും ഒക്കെ നിരത്തിയിട്ടതൊക്കെ റീഡെക്കറേറ്റും റീഓർഗനൈസും ചെയ്യുക. അടുക്കി വെക്കുക. സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിൽ സ്റ്റഡി ടേബിൾ അടുക്കി വെക്കുക. അതൊന്ന് പൊടി തട്ടി എടുക്കുക. പിന്നെ ബുക്ക് ഷെൽഫൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ പൊടി തട്ടി ഒന്നും കൂടെ റീഓർഗനൈസ് ചെയ്ത് വെക്കുക. അങ്ങനൊക്കെ ചെയ്യാം. നെക്സ്റ്റ് തിങ് ഈസ് ഇൻവെസ്റ്റ് ഇൻ എ ഗുഡ് പ്ലാനർ. ഒരു പ്ലാനർ വാങ്ങാന്ന് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. പ്ലാനറിനെക്കാട്ടും നല്ലത് എന്താണെന്ന് അറിയോ? ഒരു സാധാ നോട്ട്ബുക്ക് എടുക്കുക. ഞാൻ അങ്ങനെ ചെയ്യാം. ഒരു സാധാ നോട്ട്ബുക്ക് എടുക്കുക. അതിൽ പ്ലാനർ ഓരോന്നും വരയ്ക്കുക. ഇപ്പൊ നമ്മളൊരു പ്ലാനർ വാങ്ങുകയാണെങ്കിൽ അതിനകത്ത് ടു ഡു ലിസ്റ്റ്, പ്ലാനർ, ഡെയിലി പ്ലാനർ, വീക്ക്ലി പ്ലാനർ, മന്ത്ലി പ്ലാനർ ഒക്കെ ഉണ്ടാവും. അതിന് പകരം നമ്മൾ വരയ്ക്കുക. പെണ്ണുകൊണ്ടോ പെൻസിലുകൊണ്ടോ എന്തായാലും വരയ്ക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് പൈസ കൊടുത്ത് ഇപ്പൊ തന്നെ അധിക പേര് ഇങ്ങനെ വാങ്ങി വെക്കും. പക്ഷെ അവർക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇഷ്ടാവുക. ഇങ്ങനെ ഒരു ബുക്ക് എടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് അതായിരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീല് വരും. ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. എന്ന് വെച്ച് പൈസ കൊടുത്ത് വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങാം, പ്ലാനർ വാങ്ങാം. അതിനെക്കാട്ടും നല്ലത് പ്ലാനർ വരയ്ക്കുന്നതാണ്. അഥവാ ഇതിന് മടിയാണെങ്കിൽ ഓക്കെ, വാങ്ങിക്കോ. നെക്സ്റ്റ് ഈസ് സെലിബ്രേറ്റ് യുവർ പ്രോഗ്രസ്. സെലിബ്രേറ്റ് യുവർ പ്രോഗ്രസ് എന്ന് വെച്ചാല് നമ്മളെ സന്തോഷവും സങ്കടവും ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ നമ്മളിപ്പം ഒരു ഹെയർ സ്റ്റൈൽ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം തന്നെ ഇപ്പൊ തന്നെ ഞാൻ 2-3 വീഡിയോസില് ഈ ഹെയർ സ്റ്റൈൽ തന്നെയാണ് ഇടാറ്. അടുത്ത വീഡിയോയിൽ പുതിയ ഹെയർ സ്റ്റൈൽ ഇടാൻ നോക്കാം. ഇപ്പോൾ ഒരേ ഹെയർ സ്റ്റൈൽ തന്നെ വെക്കുകയാണെങ്കിൽ ഒരു പുതിയ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുക. എന്നിട്ട് എമർജൻസി കാര്യത്തിന് പോകുമ്പം ആ ഹെയർ സ്റ്റൈൽ കെട്ടി. പിന്നെ ഡ്രസ്സ് ഉണ്ടാവില്ലേ, ഡ്രസ്സ് നിങ്ങൾക്ക് കംഫോർട്ട് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിട്ടിട്ട് ഒരു എമർജൻസി കാര്യത്തിന് പോവുക. ഓക്കെ. നെക്സ്റ്റ് തിങ് ഒരു കോസി നല്ലൊരു കുളിർമ തരുന്നൊരു കാര്യമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മേക്ക് എ കോസി വിന്റർ പ്ലേലിസ്റ്റ്. എനിക്കിപ്പോ അത് പറയുമ്പോ തന്നെ എന്തോ മറ്റേ ഡിസംബറില് മഞ്ഞ് വീഴുന്ന കുളിർമയാക്കി വരുന്നത്. വിന്റർ പ്ലേലിസ്റ്റ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇപ്പം ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. വിന്റർ പ്ലേലിസ്റ്റ്, മഞ്ഞുകാലത്ത് കേൾക്കേണ്ട ചില പാട്ടുകൾ പ്ലേലിസ്റ്റ് ആക്കുക. അപ്പം ലൈക്ക്ഡ് വീഡിയോസ് സ്പോട്ടിഫൈയിലൊക്കെ കാണാമല്ലോ, അത് സേവ് ആക്കി വെക്കുക, അത് കേൾക്കുക. എനിക്ക് വിന്റർ പ്ലേലിസ്റ്റില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ സ്നോമാൻ എന്നുള്ള പാട്ടില്ലേ, ആ സ്നോമാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കുക. വിന്റർ പ്ലേലിസ്റ്റ് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കണം. സ്റ്റാർട്ട് എ സേവിങ് ജാർ. ഇതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ഇയർ 2026 തുടങ്ങുന്ന ആ ദിവസം നിങ്ങൾ ഒരു സേവിങ് ജാർ ഉണ്ടാക്കുക. സേവിങ് ജാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് ഈ പൈസ കൊടുത്ത് വാങ്ങാന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ വാങ്ങാം. അല്ലാണ്ട് നമുക്കിപ്പോ
അച്ചാറിന്റെ കുപ്പികളൊക്കെ ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് അതിന്റെ മൂടിയില്, പിന്നെ പ്ലാസ്റ്റിക് കുപ്പികള് അതിന്റെ മൂടിയില് ഇങ്ങനെ ഒരു വര പോലത്തെ ഒരു ഓട്ട ഇടുക. അതിൽ കൂടെ കോയിൻസ് ഇടാം. കോയിൻസ് മാത്രമുള്ള ഒരു സേവിങ് ജാർ ഉണ്ടാക്കാം. മറ്റേ പൈസ മാത്രം, നോട്ട് മാത്രം ഇടാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇപ്പൊ നിങ്ങൾക്ക് പൈസ കൊടുത്ത് തന്നെ വാങ്ങുന്നത് നിർബന്ധമാണെങ്കിൽ അതും വാങ്ങാം. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്, ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. രണ്ടിലും പൈസ ഉണ്ട്. പൈസ തീരാനുമായി. ഞാൻ എന്തായാലും അടുത്ത കൊല്ലം ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 2026 കഴിയൂലേ, 2027 ആവുമ്പോൾ ആ ദിവസം ഈ ഡിസംബർ 31 നിങ്ങൾ ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെറിയൊരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാം സ്വന്തമായിട്ട്. ആ പൈസ കൊണ്ട് ഗിഫ്റ്റ് വാങ്ങാം. അതിപ്പം അങ്ങനെ വാങ്ങിയാൽ നിങ്ങൾക്കൊരു നെക്സ്റ്റ് ഫീലും ആവും. പിന്നെ അടുത്ത വർഷത്തേക്ക് കടക്കാനൊരു കുളിർമ ഉണ്ടാവും. പിന്നെ പിന്നെയും ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് തിങ് ഈസ് ട്രൈ സം ന്യൂ ഹെയർ സ്റ്റൈൽസ്. അപ്പോൾ ഒരു വർഷം തന്നെ ഒരേ ഹെയർ സ്റ്റൈൽ തന്നെ കെട്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ട്രൈ സം ന്യൂ ഹെയർ സ്റ്റൈൽസ്, പുതിയ ഹെയർ സ്റ്റൈല് ട്രൈ ചെയ്യാം. ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഹെയർ സ്റ്റൈൽ ഉണ്ട്, അത് നോക്കുക. അതുപോലെ തന്നെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് എമർജൻസി കാര്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ആ ഹെയർ സ്റ്റൈല് കെട്ടിക്കൊണ്ട് പോവുക. എന്നാൽ പിന്നെ ഇപ്പം ബ്രൈഡൊക്കെ ഉണ്ടാവില്ലേ, കല്യാണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോണെങ്കിൽ അത് പഠിച്ചു വെച്ചാൽ വേഗം ചെയ്യുകയും ചെയ്യാം, വേഗം പോവുകയും ചെയ്യാം. സോ ഡെഫിനറ്റ്ലി ട്രൈ സം ഹെയർ സ്റ്റൈൽസ്. നെക്സ്റ്റ്, സ്പെൻഡ് എ ഫുൾ ഡേ വിത്തൗട്ട് ഫോൺ. ഇത് എനിക്ക് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യം എന്നല്ല പറഞ്ഞത്, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും. ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഇപ്പം എല്ലാവരും ഫോണിലാണ് അല്ലേ. TV മാറ്റി, റേഡിയോ മാറ്റി, എല്ലാം മാറ്റി. ഇപ്പൊ ഫോൺ മാത്രമേ ഉള്ളൂ. ന്യൂസ് ആയാലും കാർട്ടൂൺ ആയാലും എന്ത് കാണണമെങ്കിലും എല്ലാവരും ആശ്രയിക്കുന്ന ഫോണിനാണ്. ഇപ്പൊ 1 ഡേ വിത്തൗട്ട് ഫോൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 1 hour അല്ലെങ്കിൽ 2 hour ഫോൺ മാറ്റി വെക്കാം. എന്നിട്ട് അത് ശീലമായിക്കോളും. ചിലപ്പം ഒരു അരമണിക്കൂർ ഫോൺ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്യാം. ന്യൂസ് പേപ്പർ വായിക്കാം. ന്യൂസ് പേപ്പർ വായിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു ക്രാഫ്റ്റ് ചെയ്യാം. ഫോണ് നോക്കിയിട്ട് ക്രാഫ്റ്റ് ചെയ്യാനല്ല, നിങ്ങൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കുക. അല്ലെ പെയിന്റിങ് ചെയ്യാം, ആർട്ട് ചെയ്യാം, ഒരു ബുക്ക് റീഡ് ചെയ്യാം, പഠിക്കാം. ഇതൊന്നും ഇഷ്ടമല്ലെങ്കിൽ കിടന്ന് ഉറങ്ങാം, കുറച്ച് നേരം റിലാക്സ് ചെയ്യാം. ബട്ട് ഒരു 2 hours ഓരോ ദിവസം ഒരു അരമണിക്കൂറാക്കും, ഒരാഴ്ച അരമണിക്കൂർ, പിന്നെ 1 മണിക്കൂറാക്കുക, പിന്നെ 2 മണിക്കൂറാക്കുക. അത് ശീലമായിക്കോളും. അതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് വെച്ചാല് ഫോണിന്റെ ഉപയോഗം കുറയും. കണ്ണിന് കാഴ്ച നല്ലോണം കിട്ടും. ഫോൺ അങ്ങനെ കുറേ നേരം ഇങ്ങനെ, എനിക്കെന്താ കുഴപ്പം, അങ്ങനെ ഫോൺ ഇങ്ങനെ കുറേ നേരം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ ഇങ്ങനെ നിർത്താതെ കാണുകയാണെങ്കിൽ കണ്ണ് ചോപ്പ് വരും. അങ്ങനെ ഞാൻ വേഗം പോയി കിടന്നുറങ്ങും. രാത്രി അധികം വരും. രാത്രി ഞാൻ അങ്ങനെ ഫോണ് കാണാം. രാത്രി പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചോപ്പ് വരും. അന്നേരം ഞാൻ കിടന്നുറങ്ങും. രാവിലെ എണീക്കുമ്പോൾ റെഡിയാവും. അതുപോലെ തന്നെ അങ്ങനെ ഫോണ് കാണുന്ന വെച്ചാൽ ആ കണ്ണിലേക്ക് ഇപ്പൊ ഒരു അസുഖം വരികയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തലചുറ്റാന്ന് വെച്ചാൽ നമ്മുടെ ബോഡി അതിനെ കൺട്രോൾ ചെയ്യുക, അതിനെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് തലചുറ്റൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ വീഴ്ചയാണെങ്കിൽ ആ അസുഖം നമ്മളിപ്പോ വീണായിട്ട് പിന്നെ അസുഖം നമ്മളെ വരൂല. കാരണം തലചുറ്റി തല കറങ്ങി വീണു. അതുകൊണ്ട് അങ്ങനെ ആ ഡിസീസ് പോവുക ചെയ്യുക. അത് ഞാൻ തടയാൻ വേണ്ടി നോക്കണം. തലചുറ്റല്, തലവേദന, പിന്നെന്താ അങ്ങനൊക്കെ. പനിയും അതിനോട് അനുബന്ധിച്ചുള്ള കാര്യം. അതൊരു അസുഖേ അല്ല. ഈ ക്യാൻസർ അതുപോലത്തെ അതാണ് അസുഖം എന്ന് പറയുന്നത്. പനി എന്ന് പറയുന്നത് ഒരു അസുഖമല്ല. ബോഡി നമ്മളെ
നമ്മള് ടെമ്പറേച്ചർ കൂട്ടി ആ അസുഖം ഇപ്പൊ വലിയ അസുഖം വരികയാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുന്നതാണ് പനി എന്ന് പറയുന്നത്. ഒരിക്കലും അതൊരു അസുഖമല്ല. നെക്സ്റ്റ് ഈസ് പിക്ക് ഔട്ട്ഫിറ്റ് ദാറ്റ് മേക്സ് യു ഫീൽ കോൺഫിഡൻറ്റ്. എന്നെ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ക്രോപ്പ് ടോപ്പ് ഇടായിരുന്നു, ഉടുപ്പിടായിരുന്നു. പിന്നെ എനിക്ക് ഉടുപ്പിനോട് അത്ര ഇഷ്ടമല്ല. എനിക്കിപ്പോ ഉടുപ്പേ ഇഷ്ടമല്ല. പിന്നെ എനിക്ക് കംഫോർട്ടായിട്ടുള്ള ഓരോ ഡ്രസ്സ് ഞാൻ ട്രൈ ചെയ്ത് ഞാൻ കണ്ടുപിടിച്ചതാണ് ഷോർട്ട് കുർത്താസ്. ഞാനിപ്പോൾ അധികം ഷോർട്ട് കുർത്താസ് ഇടാറ്. ഇതും ഒരു തരം ഷോർട്ട് കുർത്തയാണ്. അതിങ്ങനെ കോളർ ഉണ്ടെന്നുള്ളൂ. ഷോർട്ട് കുർത്തയാണ്. ഷോർട്ട് കുർത്ത ആൻഡ് ജീൻസ് ഞാനെപ്പോഴും അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ ക്രോപ്പ് ടോപ്പ് ഇടാറുണ്ട്. ക്രോപ്പ് ടോപ്പും ജീൻസും ഒക്കെ ഞാൻ ഇടാറില്ല എന്നല്ല പറഞ്ഞത്. എന്നാലും എനിക്ക് കംഫോർട്ടായിട്ടുള്ളത് ഷോർട്ട് കുർത്താസ് ആണ്. നിങ്ങൾക്ക് കംഫോർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്തെങ്കിലും എമർജൻസി കാര്യം വരുമ്പം അവിടെ പോവുക, അവിടെ ഇത് ഇട്ടോണ്ട് പോവുക. എന്നിട്ട് ഇപ്പൊ എമർജൻസി ആയിട്ട് ഇങ്ങനെ അസുഖമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോവാണെങ്കിൽ അങ്ങനെ പോവാം. നെക്സ്റ്റ് ഈസ് സ്റ്റാർട്ട് വർക്കിംഗ് ഔട്ട്. ഇത് കേൾക്കുമ്പോ തന്നെ എല്ലാരും കൂടെ ജിമ്മിൽ പോകണം, ആടെ പോയി വർക്കൗട്ട് ചെയ്യണം, പിന്നെ അതിന് പൈസ കൊടുക്കണം, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഹോം വർക്കൗട്ട് ചെയ്യാം. ജിമ്മിൽ പോകണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. ഞാനിപ്പോ ജിമ്മിൽ പോണോ വേണ്ടാലോ. ജിമ്മിൽ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ഹോം വർക്കൗട്ട് ചെയ്യാം. ഫോണിന് യോഗ ഉണ്ടാവും. പിന്നെന്താ, ശ്വാസം ഇങ്ങനെ അകത്തേക്കും ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ ജിമ്മിൽ പോയിട്ട് കാര്യങ്ങൾ ഇപ്പൊ ജിമ്മില് ആ സാധനം വെയിറ്റ് ഇല്ലേ, അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ബക്കറ്റ് ഉണ്ടാവില്ലേ, ബക്കറ്റ് ഫുള്ള് പാട്ടയിൽ വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് അതിങ്ങനെ ഫുള്ള് വെള്ളം എടുത്ത് ഇങ്ങനെ ആക്കിയാൽ തന്നെ വെയിന് വരും. എനിക്കധികമില്ല, വെയിന് വരും. പിന്നെ മസിലൊക്കെ വരും. അതും വേണ്ട. ജിമ്മിൽ തന്നെ പോകണമെന്ന് ആഗ്രഹമുള്ളവര് പോവാൻ, പക്ഷെ പൈസ കൊടുക്കേണ്ടി വരും. ഹോം വർക്കൗട്ട് ചെയ്യാം. ജിമ്മിൽ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ഹോം വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ഈസ് മേക്ക് എ സ്മോൾ വിഷ് ലിസ്റ്റ് ഫോർ 2026. നെക്സ്റ്റ് ഇയർ എവിടെങ്കിലും പോകണം, എന്തെങ്കിലും സാധനം വാങ്ങണം. എന്റെ ഇതില് എവിടെ പോകണമെന്നൊന്നുമല്ല, സാധനം വാങ്ങണം. ക്രാഫ്റ്റ്, ഡ്രസ്സ്, അതൊക്കെ എനിക്ക് വാങ്ങണം. അതാണ് ഞാൻ വിഷ് ലിസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാം. പിന്നെ എന്നത് വാങ്ങണം. എന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ വാങ്ങ അതേ ഉള്ളൂ. വാങ്ങിച്ചു കൂട്ടുക. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ പോകണം എന്ന് പറഞ്ഞാല് വെക്കേഷനിൽ പോകാലോ, അല്ലെങ്കിൽ ഹോളിഡേസിൽ പോകാലോ. നിങ്ങൾക്ക് ഇവിടെ പോണെങ്കിൽ അപ്പൊ എല്ലാവർക്കും കൊറിയയിലായിരിക്കും പോകാൻ ഇഷ്ടം. എനിക്കും കൊറിയ പോകാൻ ഇഷ്ടമാണ്. കൊറിയ പോകണമെങ്കിൽ ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കൊറിയ പോകണം, ഇന്നടുത്ത് പോകണം, അങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോൾ നമ്മളിപ്പോ അത് ടിക്കിടാനൊരു ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിപ്പം ഇങ്ങനെ പൈസ സേവിങ് ജാർ ഉണ്ടാക്കുമല്ലോ. സേവിങ് ജാർ ഉണ്ടാക്കി അതിനകത്ത് പൈസ കൂടി വരുമ്പോ നമ്മളിപ്പോ എന്തെങ്കിലും വാങ്ങുന്ന അറിയില്ലേ, ആ സാധനം ഈ വിഷ് ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു സാധനമായിരിക്കും. എന്നിട്ട് അത് നമുക്ക് ടിക്കിടുന്ന ആഗ്രഹിച്ചിട്ട് ഞാൻ ടിക്കിടാറുണ്ട്. ഞാൻ ഇങ്ങനെ സേവിങ് ജാറൊക്കെ ഉണ്ടാക്കി എന്തായാലും ഞാൻ വാങ്ങി, എനിക്ക് ഓർമ്മയില്ല. വിഷ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് സേവിങ് ജാർ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മുട്ടായി വാങ്ങാനൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് കൊടുക്കാൻ തീർത്തു. പിന്നെ ഇനി ഉണ്ട് അതിൻ്റെ അകത്തുണ്ട് 10-20 ഉണ്ട് കുറെ. ഞാൻ എന്തോ വാങ്ങി, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഓർമ്മ വരുമ്പോ അടുത്ത വീഡിയോസിൽ പാർട്ട് 3 വരുന്നുണ്ട് ഗൈസ്. ഞാൻ ഒരിക്കലും നിങ്ങളെ വിടില്ല. പാർട്ട് 2 കഴിഞ്ഞു, പാർട്ട് 3 വരുന്നുണ്ട്. ഇത് 20 ലാസ്റ്റ് ആണ്. മേക്ക് എ സ്മോൾ വിഷ് ലിസ്റ്റ്. ഇപ്പൊ തന്നെ ഗൈസ് കേട്ടോ 7:43 രാവിലെ എടുക്കുന്നത്. ഇനി എനിക്ക് ട്യൂഷന് പോകണം. ട്യൂഷന് പോയി വന്നിട്ട് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഇടാൻ, യൂട്യൂബിലിടാൻ. അപ്പത്തേക്ക് അമ്മേന്റെ ഫോണാണിത്. അമ്മ ഓഫീസിൽ പോവും. അതിന് മുന്നേ എനിക്ക് എഡിറ്റ് ചെയ്യണം. എന്റെ എഫോർട്ട് കണ്ടോ ഗൈസ്? അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നമ്മളിപ്പോ പറഞ്ഞു നടത്തിയായിരുന്നു മേക്ക് എ വിഷ് ലിസ്റ്റ്
ഫോർ 2026. അടുത്ത വർഷത്തേക്ക് ഒരു വിഷ് ലിസ്റ്റ് തയ്യാറാക്കുക. 44ആയി. അടുത്ത മിനിറ്റ് പോകണം. 8 മണിക്കാണ് ക്ലാസ്. പോകണം. വേഗം പറയാം. വിഷ് ലിസ്റ്റ് അടുത്ത വർഷത്തേക്ക് വിഷ് ലിസ്റ്റ് ഉണ്ടാക്കുക. എൻ്റെ അടുത്തുണ്ട് വിഷ് ലിസ്റ്റ് ഓൾറെഡി. അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം. ഇതിപ്പോ തപ്പി തെരഞ്ഞെടുക്കുമ്പോഴത്തേക്കും 8 മണിയാവും. എനിക്ക് പോകണം. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തായാലും അടുത്ത വർഷത്തേക്ക് വിഷ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും. അതും ഞാൻ യൂട്യൂബിൽ വരുന്നതായിരിക്കും. ഓക്കെ. പാർട്ട് 2 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പാർട്ട് 3 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. കണ്ടോ, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പാർട്ട് 3 ആയിട്ട് വരാം. ബൈ ഗൈസ്.